കോഴിക്കോട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞ് 3 പേർ മരിച്ച സംഭവം. നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വനം വകുപ്പിന്റെ റിപ്പോർട്ട്. വെടിക്കെട്ടാണ് അപകടം ഉണ്ടാക്കിയതെന്നും അപകട സമയത്ത് ആനയ്ക്ക് ചങ്ങലയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. എന്നാൽ റിപ്പോർട്ടിനെ തള്ളി ക്ഷേത്രം ട്രസ്റ്റി രംഗത്തെത്തി. ഉത്സവത്തിനിടെ പടക്കം പൊട്ടിച്ചതിൽ ക്ഷേത്രത്തിനൊരു ബന്ധവുമില്ലെന്നും ഒരു ചട്ടവും ലംഘിച്ചിട്ടില്ലെന്നും ക്ഷേത്രം ട്രസ്റ്റി ഷെനി തെൽജി പറഞ്ഞു. തീർച്ചയായും ഒരു ചട്ടലംഘനമൊന്നും അവിടെ നടന്നിട്ടില്ല. കാരണം എല്ലാ പ്രിക്കോഷൻസും എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഉത്സവം ആരംഭിക്കുന്നത് മുതലേ ശ്രദ്ധിച്ചുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ സമയത്ത് വേണമെങ്കിൽ അവിടെ എടുത്ത വീഡിയോ ക്ലിപ്പുകൾ ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും കാണുന്നത് ഈ ചടങ്ങിന് സമയത്ത് ഞങ്ങളൊക്കെ കൂടെ തന്നെയുണ്ട്, ദിക്സാക്ഷികളാണ്. ആ സമയം ഞങ്ങൾ വടം കെട്ടിവെച്ചിട്ടുണ്ട്. അവിടെ ഈ ആനയായിട്ട് ബന്ധപ്പെട്ട് ആരും അമ്പല സ്ഥലത്തില്ല, ഈ പ്രദേശത്തെ ഇല്ല, ഈ ചടങ്ങ് നടക്കുന്ന ഭാഗത്തേ ഇല്ല. അത് നിങ്ങൾക്ക് ഫുട്ടേജ് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അതുമാത്രമല്ല, നമ്മളവിടെ CCTV ഫുട്ടേജും ഉണ്ട്, അതിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. അതൊരു ചട്ടലംഘനം അവിടെ നടത്തിയിട്ടില്ല. അപകടത്തിൽ മരിച്ച 3 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്, രാഹുൽ സുരേഷും ഒപ്പം ചേരുന്നു. ആദ്യം നമുക്ക് ദീപക് ധർമ്മടത്തിലേക്ക് തന്നെ പോകാം. ദീപക്, ഇതിലിപ്പോൾ നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ക്ഷേത്രം ട്രസ്റ്റിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. അങ്ങനെയല്ല, വേണ്ട നിയമങ്ങളൊക്കെ പാലിച്ചു തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. എന്തായാലും 3 ജീവൻ പൊലിഞ്ഞു പോയി, എത്രയോ പേർക്ക് പരുക്കേറ്റു. ഇനി പരുക്കേറ്റവർ അല്ലെങ്കിൽ അവിടെ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നവരൊക്കെ അതിൻ്റെ ഒരു ഭീതിയിലൊക്കെ തന്നെയാണ്. ഇനി കുറേ കാലത്തേക്ക് അവർക്ക് അതായിരിക്കും. അപ്പം ഈ ആഘാതം ഉണ്ടായത് എന്ത് കാരണം കൊണ്ട് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? സ്മിത, എല്ലാവർക്കും പ്രണയദിനാശംസകൾ. ഈ വാർത്ത ഒരു നെടുക്കത്തിൻ്റെ ഒരു തിരുശേഷിപ്പാണ് ഈ അന്വേഷണം. അതായത് 3 മരണം, ഏതാണ്ട് 30ഓളം പേർക്ക് പരിക്ക്. ഈ പരിക്കിന് ദുരന്തത്തിൻ്റെ കാരണം കൃത്യമായ ചട്ടലംഘനമാണ് എന്നുള്ളതാണ് 24-ന് ലഭിച്ച ആ പകർപ്പ്. 24 ഇപ്പോൾ പുറത്തുവിട്ടതാണ്. കൺസർവേറ്റർ ഓഫ് സോഷ്യൽ ഫോറസ്ട്രി ഇത് സംബന്ധിച്ച് വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിൽ കൃത്യമായ ചട്ടലംഘനം നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതിൽ കൃത്യമായി പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, പടക്കം പൊട്ടിക്കൽ, അതായത് വെടിക്കെട്ട് തുടരെ നടക്കുന്നു. ഈ വെടിക്കെട്ടിൻ്റെ ആഘാതത്തിൽ പ്രകോപിതനായാണ് ഇതിൽ രണ്ടാമത്തെ പുറകിലുള്ള ആന വിരണ്ടുകൊണ്ട് നീങ്ങുന്നത്. ഈ വിരണ്ട് നീങ്ങുന്നു, നേരെ മുൻപിലുള്ള ഗോകുലിനെ കൊത്തി പരിക്കേൽപ്പിക്കുന്നു. ഈ സാഹചര്യം ഉണ്ടായത് തുടർച്ചയായുള്ള വെടിക്കെട്ട് കാരണമാണ് എന്നുള്ളതാണ്. മാത്രവുമല്ല, കൃത്യമായ ലൈസൻസ് പ്രകാരമാണ് ഇത് നടക്കുന്നത്. അതിൻ്റെ ലൈസൻസിലെ മാനദണ്ഡങ്ങൾ, പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, ആനകളും മനുഷ്യനും തമ്മിലുള്ള അകലം, ആനകൾ തമ്മിലുള്ള അകലം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വെടിക്കെട്ട് ഇത്രയും അകലത്ത് വെച്ചേ നടത്താൻ പാടുള്ളൂ എന്നുണ്ട്. പക്ഷേ അശ്രദ്ധമായി വെടിക്കെട്ട് നടത്തി, ഏറ്റവും അടുത്ത് വെച്ച് വെടിക്കെട്ട് നടത്തി എന്ന് കൃത്യമായ റിപ്പോർട്ടിൽ R. കീർത്തി IFS പറയുകയാണ്. മാത്രവുമല്ല, ഇതിൽ ഇനി അങ്ങോട്ട് എഴുന്നള്ളത്ത് നടത്താനുള്ള അനുമതി റദ്ദ് ചെയ്തു എന്നുള്ളത് കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് കൃത്യമായ കുറ്റകൃത്യം അവിടെ നടന്നു എന്നത് തന്നെയാണ്. ചട്ടലംഘനത്തിലൂടെയാണ് ഈ 3 ജീവനുകൾ പൊലിഞ്ഞത് എന്നുള്ളതാണ് വനം വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സ്മിത, ശരി. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ക്ഷേത്ര ട്രസ്റ്റിയുടെ പ്രതികരണം നമ്മളിപ്പോൾ കേട്ടതാണ്. കൂടുതൽ വിശദാംശങ്ങൾ രാഹുലിനോട് തന്നെ ചോദിക്കാം. രാഹുൽ, ഇപ്പോൾ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ക്ഷേത്രം അധികൃതർ പറയുന്നത്. പക്ഷേ അതങ്ങനെ തള്ളിക്കളയാവുന്ന ഒന്നാണോ? ഇവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ആ സമയത്ത് അപ്പോൾ അവിടെ വെടിക്കെട്ട് ഉണ്ടായിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ആരാണ് ഈ വെടിക്കെട്ട് നടത്തിയത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം? പ്രവിത, ഇന്നലെ നല്ല രീതിയിൽ ഈ ഉത്സവം അവസാനിച്ചിരുന്നുവെങ്കിൽ ഇന്ന് സന്തോഷം നിറഞ്ഞു നിൽക്കേണ്ട ഒരു നാടായിരുന്നു ഇത്. പക്ഷേ നിർവാഹി വെച്ചാൽ ആ ഉത്സവത്തിൻ്റെ ദിവസത്തെ അവസാന നിമിഷം ഒരു അപകടമുണ്ടായി. അങ്ങനെ 3 പേരുടെ ജീവൻ നഷ്ടമായി. എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ വനം വകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് വനം മന്ത്രിയുടെ ഒരു പ്രതികരണം വന്നത്. വനം മന്ത്രിക്കുള്ള ഒരു മറുപടി എന്നോണമാണ് ക്ഷേത്രം ട്രസ്റ്റി അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ക്ഷേത്രം ട്രസ്റ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. ഈ ക്ഷേത്രത്തിന് സമീപം പടക്കം പൊട്ടിച്ചുവെന്നും അത് നിയമലംഘനമാണെന്നും വനമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ക്ഷേത്രം ട്രസ്റ്റി പറയുന്നതനുസരിച്ച് പടക്കം പൊട്ടിച്ചത് ക്ഷേത്രത്തിൻ്റെ ഭാഗമായി, ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്രം ട്രസ്റ്റിയുടെ നേതൃത്വത്തിൽ പൊട്ടിച്ചതല്ല, മറിച്ച് ഈ പ്രദേശത്തുള്ള ആളുകൾ പൊട്ടിച്ചതാണ്. അതുകൊണ്ട് അതിൽ ക്ഷേത്രം ട്രസ്റ്റിക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, നിലവിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട് കേസെടുക്കേണ്ട സാഹചര്യം നിലവിലില്ല. അഥവാ ക്ഷേത്രം ട്രസ്റ്റിക്കെതിരെ
കേസെടുക്കുകയാണെങ്കിൽ അതിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഇവിടെ ആനകളെ എഴുന്നള്ളിക്കാൻ വേണ്ടിയുള്ള എല്ലാ അനുമതികളും ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ പടക്കം പൊട്ടിച്ചതാണ് ഈ അപകടത്തിന് കാരണമായതെങ്കിൽ ആ പടക്കം പൊട്ടിക്കുന്നതിന് ക്ഷേത്രം ട്രസ്റ്റ് കാരണമായിട്ടില്ല എന്ന കാര്യം അദ്ദേഹം എടുത്തു പറയുന്നു. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മരിച്ച 3 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പേരുടെയും വീട് ഈ ക്ഷേത്രത്തിന് സമീപ പ്രദേശങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് സമീപം തന്നെയാണ്, ഇതിന് ചുറ്റുപാടും തന്നെയാണ് 3 പേരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. കുറുവങ്ങാട് സ്വദേശിയായിട്ടുള്ള ലീലയുടെയും അമ്മുക്കുട്ടിയുടെയും രാജൻ്റെയും സംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് പൂർത്തിയാവുകയാണ്. അല്പസമയം മുമ്പാണ് കുറുവങ്ങാട് ജംഗ്ഷനിൽ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. 100 കണക്കിന് ആളുകൾ അവിടെ എത്തി. അല്പസമയം മുമ്പാണ് MP രാജേഷ് ഇവിടെ എത്തി 3 പേർക്കും അന്തിമ ഉപചാരം അർപ്പിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. എന്നാണെങ്കിലും ഈ നാടാകെ ഒരു കണ്ണീരിൽ കുതിർന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്ര ഉത്സവത്തിൻ്റെ അവസാന നിമിഷമാണ് അപ്രതീക്ഷിതമായ ഒരു അപകടം ഉണ്ടാവുകയും അങ്ങനെ 29 ആളുകൾക്ക് പരിക്കേൽക്കുകയും 3 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിയിട്ടുള്ളത്. പ്രവിത. ശരി, രാഹുൽ സുരേഷും ദീപക് ധർമ്മടവുമാണ് അപകടത്തിന്റെ കൂടുതൽ അപ്ഡേഷൻസ് തന്നത്.